5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്നും മടങ്ങി. രാജ്ഭവനിൽ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉള്ള ഉദ്യോഗസ്ഥർ ഗാർഡ് ഓഫ് ഓണർ നൽകി. കൊച്ചിയിലേക്ക് പോകുന്ന ഗവർണർ അവിടെ എത്തി ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷം പിന്നീട് ബീഹാറിലേക്ക് പുറപ്പെടും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ഒരു യാത്രയപ്പ് നൽകിയിരുന്നില്ല. അതിന് പറഞ്ഞ കാരണം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖാചരണം നടക്കുന്നതിനാൽ സർക്കാർ പരിപാടികൾ നടക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞാണ്. പക്ഷേ കാരണം അതല്ല. അത്തരം കാരണമില്ലായിരുന്നെങ്കിൽ കൂടി സംസ്ഥാന സർക്കാർ ഒരു യാത്രയപ്പ് നൽകുമെന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ബന്ധം ആ ഒരു തരത്തിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ പരിപാടി അല്ലെങ്കിൽ അവിടെ ആ സ്റ്റാഫ്, രാജ്ഭവനിൽ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ മാത്രമാണ് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തത്. അവിടുത്തെ ഗാർഡ് ഓഫ് ഓണറിൽ പങ്കെടുത്ത ശേഷമാണല്ലോ അദ്ദേഹത്തിൻ്റെ മടക്കം. ടിൻഡു ദാസ്. തീർച്ചയായിട്ടും വിനോദം, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ്. ഈ ടെക്നിക്കൽ ഏരിയയിൽ നിന്നുമാണ് അദ്ദേഹം ഗവർണർ കൊച്ചിയിലേക്ക് മടങ്ങുന്നത്. അല്പം മുമ്പാണ് രാജ്ഭവനിൽ നിന്നും അദ്ദേഹം ഔദ്യോഗിക ബഹുമതികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരും ഗവർണറുമായിട്ട് വലിയ ഊഷ്മളമായിട്ടുള്ള ബന്ധമൊന്നും അല്ലായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിരുന്നത്. കണ്ണൂർ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കം കഴിഞ്ഞ 5 വർഷമായിട്ട് അത് അത്ര തുറച്ചേർച്ചയിലല്ലാതെ പോയത്. അത് തന്നെയാണ് പല രീതിയിലുള്ള സർക്കാരും ഗവർണറും മുഖാമുഖം സംസാരിക്കാനോ അല്ലെങ്കിൽ മുഖാമുഖം ഏറ്റുമുട്ടാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ കേരളത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രധാന സംഭവങ്ങൾ ഒന്നായിട്ട് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരുമായിട്ടുള്ള പല തർക്കങ്ങളും നമുക്ക് കാണാൻ കഴിയും. സർവകലാശാലകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം VC നിയമനം, അതോടൊപ്പം തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിക്കുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ സ്ഥാനമേറ്റതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്തതും അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആ വിഷയങ്ങൾ അറിഞ്ഞതും. അപ്പോൾ അത്തരത്തിൽ ആ ഗവർണറിന് സംസ്ഥാനത്തുണ്ടായിരുന്ന പങ്ക് എന്ന് പറയുന്നത് അത് വളരെ വലുത് തന്നെയാണ്. പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും, സർക്കാരിനെതിരായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം വളരെ കാര്യമായ രീതിയിൽ തന്നെ ഇടപെടുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിരുന്നു. സർക്കാർ ഗവർണറോട് കാണിച്ചിട്ടുള്ള പല ഘട്ടങ്ങളിൽ ഗവർണറോട് കാണിച്ചിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും അല്ലായ്മയുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഗവർണർ യഥാസമയം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടുണ്ടായിരുന്ന ഒരു എതിരായിട്ടുണ്ടായിരുന്ന ഒരു അഭിപ്രായത്തിനുള്ള കാരണമെന്ന് നമുക്ക് പറയാം. പല ഘട്ടങ്ങളിലും SFI പോലുള്ള സംഘടനകൾ ഗവർണർക്കെതിരെ വരുന്നതും SFI പോലുള്ള സംഘടനയ്ക്ക് എതിരെ ഗവർണർ സംസാരിച്ചതും ഒക്കെ കണ്ടിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരും ഗവർണറുമായിട്ട്, ഗവർണർ സർക്കാർ പോര് എന്ന് തന്നെ ഒരു പുതിയൊരു തലത്തിലേക്കും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തൊരു വർഷം കൂടിയായിരുന്നു കഴിഞ്ഞ 5 വർഷങ്ങൾ. ഈ 5 വർഷക്കാലങ്ങൾക്കിടയ്ക്ക് ആദ്യമൊക്കെ ഗവർണറും സർക്കാരുമായിട്ട് നല്ല രീതിയിൽ ഊഷ്മളമായിട്ട് പോകുന്നെങ്കിൽ പിന്നീട് സർക്കാരിൻ്റെ പ്രതിനിധികളും ഗവർണറുമായിട്ടുള്ള രാജ്ഭവനിലുണ്ടായ തർക്കങ്ങൾ, രാജ്ഭവനിലെ തർക്കങ്ങൾ പിന്നീട് അത് ബില്ലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായി മാറുന്നു. പിന്നീട് അത് പുറംലോകം അറിയുന്നൊരു കാഴ്ചയിലേക്ക് എത്തുന്നു. സർക്കാരിൻ്റെ പ്രതിനിധികൾ വന്ന് പല നിയമനങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റീസിലെയും അല്ലെങ്കിൽ പല നിയമനങ്ങൾക്കും വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ഗവർണറെ കാണാൻ എത്തിയിരുന്ന കാര്യങ്ങളും അത് പിന്നെ കോടതി വിധിയിലേക്കും കോടതി വ്യവഹാരങ്ങളിലും ഒക്കെ പോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംസ്ഥാനത്തെ സർവകലാശാലകൾ ഉണ്ടായിട്ടുള്ള ഇത്തരം കള്ളക്കളികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അറിവോടുകൂടി നടക്കുന്ന നിയമനങ്ങൾ, ഒരുപക്ഷെ UGCയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചും കൊണ്ട് നടക്കുന്ന നിയമനങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ കാലയളവിലാണ്. അതോടൊപ്പം തന്നെ നിയമസഭയിൽ വരുന്ന ബില്ലുകളിൽ വരുന്ന ഈ പോരായ്മകളും അതൊക്കെ പല ബില്ലുകളും രാഷ്ട്രപതിയുടെ കയ്യിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെല്ലാം ഒരുപക്ഷെ ഗവർണർ അത് നോട്ടീസ് ചെയ്യപ്പെട്ട് അത് ചോദ്യം ചെയ്യപ്പെട്ട് അത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ജനശ്രദ്ധ നേടിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് തന്നെയാണ് ഗവർണറുടെ ചുമതല നിർവഹിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ 5 വർഷം വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ അത് ഒരുപക്ഷെ ജനങ്ങൾക്കൊക്കെ അറിയാനും ജനങ്ങൾക്കൊക്കെ ശ്രദ്ധയിൽപ്പെടാനും അത് ചർച്ച ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങളായി തീരുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് അല്പസമയം മുമ്പാണ് ഇറങ്ങിയത്. അവിടെ സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും അതോടൊപ്പം തന്നെ മനോജ് എബ്രഹാമും എത്തിയിരുന്നു എന്നും പറയുന്നു. പക്ഷേ അതേസമയം ഒരു മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റ് മന്ത്രിമാരോ ആരും അവിടെ എത്തിയിരുന്നില്ല. അതും ഒരു
അല്ലെങ്കിൽ അതും നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം ദീർഘമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗവർണർ പോകുന്ന സമയത്ത് മുൻ പ്രധാനമന്ത്രി മരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദുഃഖാർജനം എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങുകളൊന്നും നൽകാതെ സർക്കാരിന്റെ പ്രതിനിധിയെ മാത്രം അയച്ചുകൊണ്ട് ഒരു യാത്രയയപ്പ് ചടങ്ങ്. അപ്പോൾ വളരെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ യാത്രയയപ്പ് പരിപാടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനം എയർപോർട്ടിന്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തും. രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കാണാമെന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വഴിയിലൊക്കെ അതീവ സുരക്ഷയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഗവർണർക്കെതിരെ വഴിയിലൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ എയർപോർട്ടിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി വാഹനം എയർപോർട്ടിനകത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം എയർപോർട്ടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ കറുത്ത കാറിലെത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വലിയ നീണ്ട രാഷ്ട്രീയമായിട്ടുള്ള യുദ്ധങ്ങളും അല്ലെങ്കിൽ നീണ്ട രീതിയിലുള്ള എതിർപ്പുകളും ഒക്കെ അറിയിച്ചുകൊണ്ട് സമീപകാലത്തൊന്നും ഇല്ലായിരുന്ന രീതിയിലുള്ളൊരു ഗവർണറുടെ ചുമതലകളാണ് അദ്ദേഹം വഹിച്ചിരുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അദ്ദേഹം വാഹനത്തിനുള്ളിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് പ്രതികരിക്കും. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. So this is the last time. So this is the last time we are seeing you. Okay. Why last time? You don't want me to come again? So how do you see the last 5 years in Kerala? Just a moment. Let me first say a few lines in Malayalam, and then I will, if you want to ask after that any question, I will respond to that. ഗവർണറുടെ കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. Thank you very much. My term has come to an end, but my Kerala has a very, very, very special place now in my heart, and my feelings, my association with Kerala is not going to come to an end. It is a lifelong bond now, and I shall try to keep in touch with you, and I give my best wishes to the people of Kerala, everybody, and I am extremely, extremely, extremely thankful and full of gratitude for all the love, affection, support which people have given me here. Thank you very much. Sir, it was a turbulent period for the last 5 years, and you and the state government have been fighting each other for the last 5 years. And how do you rate your experience? No, there has been no turbulent period. I only, to the extent as far as the universities are concerned, I exercised the authority which has been vested in the governor as chancellor by the state assembly. On any other issue, there has been no dispute. And I give my best wishes to the government of Kerala also, and I hope that they will work for the welfare of the people. So one thing, though there was no official farewell from the government side, we are in a state of mourning. Shri, after Manmohan Singh ji, this thing, otherwise I would have taken oath earlier. But now I will take oath on 2nd, because till 1st of January we are in a state of mourning.
But at least for the courtesy, the minister or the CM could have been. Don't ask me these questions, particularly now when I'm leaving Kerala. I want to say only good words about everybody. Thank you very much. To compare Arif Mohammad Khan and former Governor Sadashivam. This is not for me, and I think comparisons are always odious. You should never try to. Every individual is a unique personality. Never try to compare two individuals. Everybody will have his own style of functioning. In his own way, we all try to serve, do our duty according to our own Pirkirti Yanti Bhutani. Each one does according to the disposition on which one is created. This is a Sanatan law. Thank you. വിവാദ പരാമർശങ്ങളൊന്നും നടത്താതെയാണ് ഗവർണർ കാലാവധി പൂർത്തിയാക്കി കേരളത്തിൽ നിന്നും മടങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. ഇവിടെ നിന്നും ബീഹാർ ഗവർണറായി പോകുമ്പോഴും കേരളം തൻ്റെ മനസ്സിലുണ്ടാകും. എന്നും നല്ല ഓർമ്മകൾ സമ്മാനിച്ച പ്രദേശമാണ് കേരളം. നിങ്ങളെ എല്ലാവരും ഞാൻ എപ്പോഴും ഓർക്കും. എൻ്റെ മനസ്സിൽ പ്രത്യേകം ഇടമുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വിവാദപരമായ ഒരു പരാമർശവും നടത്തുന്നില്ല. വ്യക്തിപരമായ ഒരു തരത്തിലുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതൊക്കെ പോളിസിയുടെ ഭാഗമായി ഒരു പ്രത്യേക അല്ലെങ്കിൽ ഗവർണറുടെ അധികാരം ഉപയോഗിച്ചുള്ള നയങ്ങളുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ താൻ കൈക്കൊണ്ടിട്ടുള്ളൂ എന്നാണ് ഗവർണർ പറഞ്ഞത്. ടിൻഡു ദാസ്, ഗവർണർ വളരെ കൃത്യമായ മറുപടി നൽകി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒക്കെ വിവാദപരമായ ഒരു പരാമർശവും നടത്താതെ 5 വർഷം പൂർത്തിയാക്കിയ താൻ വളരെ സന്തോഷത്തോടെ മടങ്ങുന്നു. അങ്ങനെ തന്നെയല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെക്കുന്നത്? ടിൻഡു ദാസ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ സർവീസ് കാലാവധി പൂർത്തിയാക്കി, 5 വർഷ കാലാവധി പൂർത്തിയാക്കി. രാജ്ഭവനിൽ അവിടുത്തെ സെക്യൂരിറ്റികൾക്ക് ഗാർഡ് ഓഫ് ഓണറിൽ അവർ ഒരുക്കിയ ഗാർഡ് ഓഫ് ഓണറിൽ പങ്കെടുത്ത ശേഷം അവിടെ നിന്നും മടങ്ങുന്നു. തിരുവനന്തപുരം വിമാനത്താവളം വഴിയാണ് മടങ്ങുന്നത്. അവിടെ നിന്നും ഇനി കൊച്ചിയിലേക്കെത്തി അവിടെ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷം അദ്ദേഹം ബീഹാർ ഗവർണറായി യാത്രയാകും. ടിൻഡു ദാസ്, ഗവർണർ വളരെ കൃത്യമായ മറുപടി. ഒരു വിവാദങ്ങളിലും ഇന്നത്തെ യാത്രയപ്പിൽ ഒരു വിവാദ പരാമർശവും നടത്താതെ അദ്ദേഹം മടങ്ങുമ്പോൾ കേരളം എന്നും തൻ്റെ മനസ്സിലുണ്ടാകും. അങ്ങനെ തന്നെയല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെക്കുന്നത്? ടിൻഡു ദാസ്. ഗവർണർ കേരളവുമായിട്ട് ആജീവനാന്ത ബന്ധം പുലർത്തുമെന്ന് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സർവകലാശാല വിഷയങ്ങളിൽ സർക്കാരിന്റെ ഇടപെടലിൽ മാത്രമാണ് സർക്കാരുമായിട്ട് എതിർപ്പുണ്ടായിട്ടുള്ളത്. അല്ലാതെ മറ്റു വിഷയങ്ങളിൽ സർക്കാരുമായിട്ട് എതിർപ്പുണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ കേരളവുമായിട്ട് എന്നും ആജീവനാന്തമായി നല്ല ബന്ധം പുലർത്തും. കേരളത്തിലുള്ളവർക്ക് നല്ലത് വരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചിട്ടുണ്ട്. അല്പം സമയം മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ 5 വർഷത്തെ ഗവർണർ സ്ഥാനം, കേരളത്തിലെ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഉപരാഷ്ട്രപതിയെ ക്ഷണിച്ചതിന് ശേഷം ഉപരാഷ്ട്രപതിക്ക് ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം നൽകിയതിനു ശേഷം ബീഹാറിലേക്ക് പോകുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച ഒരു 5 വർഷമാണ് ഒരുപക്ഷെ ഗവർണറുടെ കാലയളവിലൂടെ കടന്നു പോയിട്ടുള്ളത്. സമാനമായ രീതിയിൽ ഒരു തരത്തിലുള്ള ചർച്ചകളൊന്നും ഉണ്ടാക്കാതാണ് സമീപകാലത്തെ ഗവർണർ പദവികളൊക്കെ ഇവിടെ ഒഴിഞ്ഞു പോയതെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരുടെ മനസ്സിലെന്നും ഓർമ്മയായിട്ട് തന്നെ തുടരും. കാരണം ആ വിഷയങ്ങൾ പ്രധാനമായിട്ടും അദ്ദേഹം ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്ന് പറയുന്നത് സർവകലാശാലയിലെ VC നിയമനങ്ങളും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഏകാധിപത്യ നടപടികളിലൊക്കെ അദ്ദേഹം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെട്ട് അതിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അറിയിച്ചു. അദ്ദേഹത്തിന്റെ പദവി എന്താണെന്ന് കേരളത്തിലുള്ള സർക്കാരിനെയും കേരളത്തിലുള്ളവരെയും അറിയിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ കേരളത്തിലെ 9 സർവകലാശാലകളുടെ പ്രഥമ ചുമതല എന്ന് പറയുന്നത് ചാൻസലർ എന്ന രീതിയിൽ അത് ഗവർണറിനാണ്. അപ്പോൾ അതൊരു പക്ഷേ ഈ PSC പോലുള്ള ചോദ്യങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ഉത്തരമായിരുന്നു. സർവകലാശാലകളുടെ ചാൻസലർ ആരാണ്? അത് ഗവർണർ. പക്ഷെ അത് വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു കടന്നുപോയത്. കണ്ണൂർ സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചർച്ച അല്ലെങ്കിൽ തർക്കം അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്കും പിന്നീട് അത് സർക്കാർ തലങ്ങളിലേക്കും പോകുന്നു. പിന്നീട് വന്നത് നിയമസഭയിലെ ബില്ലുകൾ
നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഒരുപക്ഷെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നതുൾപ്പെടെയുള്ള ബില്ല് സർക്കാർ മുന്നോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചതും ഗവർണറുടെ ഇടപെടലിൽ അസ്വസ്ഥത പൂണ്ടുകൊണ്ടെന്ന് വേണമെന്ന് പറയാൻ. ഒരുപക്ഷെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വരെ ആ വിഷയം ചർച്ചയിലിരിക്കുകയാണ്. അദ്ദേഹം അത് വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാരിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഗവർണർക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഗവർണർ അതിന് വഴങ്ങിയിട്ടില്ല എന്ന് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയുള്ളത്. സർക്കാരിന്റെ പല പ്രതിനിധികളും ഈ സർവകലാശാല വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ ഈ സിൻഡിക്കേറ്റ് നിയമന വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ VC നിയമന വിഷയങ്ങളിലും ഒക്കെ രാജ്ഭവൻ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെയും ഗവർണർ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ കണ്ട സമീപകാലത്ത് കണ്ട പല വിഷയങ്ങളിലും ഒരുപക്ഷെ ഡോക്ടർ വന്ദനാദാസിന്റെ മരണവും അതോടൊപ്പം അതുപോലുള്ള വിഷയങ്ങളിൽ വരെ ഗവർണർ അവിടെ ചെല്ലുകയും ആ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് ഉൾപ്പെടെ ഗവർണറുടെ സാന്നിധ്യം അറിയിക്കുകയും ആ വിഷയങ്ങളിലൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ വിഷയങ്ങളും കേരളത്തിന്റെ പൊതുകാര്യങ്ങളിലെല്ലാം വളരെ ക്രിയാത്മകമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു ഗവർണറാണ് 5 വർഷത്തെ ചുമതല അല്ലെങ്കിൽ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിന് ശേഷം മടങ്ങുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ മിതമായ ഭാഷയിൽ വളരെ സൗമ്യത്തോടു കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആദ്യം സംസാരിച്ചത് മലയാളത്തിലും പിന്നീട് അദ്ദേഹം നമുക്കറിയാം മലയാളത്തിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അവസാനത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹം അത് വളരെ രീതിയിൽ സൗമ്യതയോടുകൂടി മലയാളികളോട് അത് യാത്ര പറഞ്ഞ് പോകുന്ന രീതിയായിരുന്നു. അപ്പോൾ വളരെ സൗമ്യതയോടു കൂടിയാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് പ്രധാനമായിട്ടും മാധ്യമങ്ങൾ ചോദിച്ച വിഷയം സർക്കാരുമായിട്ടുള്ള തർക്കം തന്നെയാണ്. സർക്കാരുമായിട്ടുള്ള തർക്കം അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് ഈ അവസാന ഘട്ടത്തിലും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ചാൻസലറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു ചാൻസലറുടെ പദവി, ഒരു ചാൻസലർ എങ്ങനെയാണ് സർവകലാശാല വിഷയങ്ങൾ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ഇടപെടേണ്ടത്, ആ വിഷയങ്ങളിൽ മാത്രമാണ് തർക്കമുണ്ടായിട്ടുള്ളത്. ആ തർക്കത്തിനേക്കപ്പുറം സർക്കാരുമായിട്ട് മറ്റ് യാതൊരു വിഷയങ്ങളിലോട്ടും പോയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ നമുക്കറിയാം ഒരു ഔദ്യോഗികമായിട്ടുള്ള യാത്രയായപ്പോൾ ഒരുപക്ഷെ സർക്കാരിന്റെ ഒരു പ്രതിനിധി, ഒരു മന്ത്രിമാർ പോലും ഗവർണറെ നേരിട്ട് പോയി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അവിടെ എത്തിയിട്ടുള്ളത് ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും അതോടൊപ്പം തന്നെ മനോജ് എബ്രഹാമുമാണ്. മറ്റാരും അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള യാത്രയയപ്പ് നൽകാൻ പോകും രാജ്ഭവനിൽ എത്തിയിരുന്നില്ല. അവിടുത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും മടങ്ങി. അദ്ദേഹം യാത്രയപ്പ് വേളയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. കേരളത്തോട് നന്ദിയുണ്ട്, കേരളം തൻ്റെ മനസ്സിൽ ഇടമുണ്ടാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹം കേരളത്തോട് വിട പറഞ്ഞത്. പിന്നീട് അദ്ദേഹം കൊച്ചിയിലേക്ക് പോയി. അവിടെ നിന്നും അദ്ദേഹം ബീഹാറിൻ്റെ പുതിയ ഗവർണറായി സ്ഥാനമേൽക്കും. സംസ്ഥാനത്തെ പുതിയ ഗവർണർ ഇനി വരിക ജനുവരി 2-നായിരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ടിൻഡു ദാസ്.